കോയമ്പത്തൂർ പാലക്കാട് ബോർഡറിനടുത്ത് വേലാന്താളം പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകന്റെ ക്ഷേത്രമുണ്ട്. അതാണ് പതിമലൈ ശ്രീ ബാലമുരുകൻ ക്ഷേത്രം. 350ഓളം പടികൾ കയറി ഇവിടെ എത്തിയാൽ ശാന്തമായ പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചകൾ ഇവിടെ കാണാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ഭംഗിയും ശാന്തതയും തേടുന്നവർക്കും ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഈ മലയുടെ താഴത്ത് പുരാതനമായ ഗുഹകൾ ഉണ്ട്. ചരിത്ര ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ മലയുടെ താഴെ 3000 വർഷത്തോളം പഴക്കമുള്ള ഗുഹകളും ഗുഹാചിത്രങ്ങളുമുണ്ട്. അതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒട്ടനവധി ആൾക്കാർ ഇവിടേക്ക് വരാറുമുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നും വേലാന്താവളം വഴി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. കോയമ്പത്തൂർ പിച്ചനൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂർ പാലക്കാട് ബോർഡറിനടുത്ത് വേലാന്താളം പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകന്റെ ക്ഷേത്രമുണ്ട്. അതാണ് പതിമലൈ ശ്രീ ബാലമുരുകൻ ക്ഷേത്രം. 350ഓളം പടികൾ കയറി ഇവിടെ എത്തിയാൽ ശാന്തമായ പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചകൾ ഇവിടെ കാണാം. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ഭംഗിയും ശാന്തതയും തേടുന്നവർക്കും ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. ഈ മലയുടെ താഴത്ത് പുരാതനമായ ഗുഹകൾ ഉണ്ട്. ചരിത്ര ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ മലയുടെ താഴെ 3000 വർഷത്തോളം പഴക്കമുള്ള ഗുഹകളും ഗുഹാചിത്രങ്ങളുമുണ്ട്. അതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒട്ടനവധി ആൾക്കാർ ഇവിടേക്ക് വരാറുമുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നും വേലാന്താവളം വഴി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. കോയമ്പത്തൂർ പിച്ചനൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.